Praise you, Lord. Praise you, Jesus. Hallelujah. 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 Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. 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 Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. 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 Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. 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 Amen. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെടുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2619 ഖണ്ഡികയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. കേൾക്കാമോ നിങ്ങൾക്ക് പറയണത്? അക്കാരണത്താലാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം ലത്തീൻ പാരമ്പര്യത്തിൽ മാഗ്നിഫിക്കാത്ത് എന്ന പേരിലും ബൈസന്റൈൻ പാരമ്പര്യത്തിൽ മെഗലിനാരിയോൺ എന്ന പേരിലും ദൈവമാതാവിൻ്റെയും സഭയുടെയും ഗീതമായി തീർന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയാണ് അക്കാരണത്താലാണ്. അപ്പോൾ ഏത് കാരണത്താലാണ്? അപ്പോൾ അതിൻ്റെ പൊക്കത്ത് നമ്മൾ 2618 ഖണ്ഡികയിൽ നമ്മൾ ആ അവസാന ഭാഗത്ത് നമ്മൾ വായിച്ചായിരുന്നു. എന്ത് വായിച്ചായിരുന്നു? കുരിശിൻ ചുവട്ടിൽ പുതിയ ഉടമ്പടിയുടെ മണിക്കൂറിലാണ് സ്ത്രീയായും പുതിയ ഹവ്വയായും ജീവനുള്ളവരുടെ യഥാർത്ഥ അമ്മയായും മറിയം ശ്രവിക്കപ്പെടുന്നത്. അപ്പോൾ അത് 2618 ഖണ്ഡികയിലെ അവസാന ഭാഗമാണ്. എന്നിട്ടാണ് പിന്നെ 2619 തുടങ്ങുന്നത് അക്കാരണത്താലാണ്. അതായത് നമ്മളിപ്പോൾ 2618 ആ അവസാന ഭാഗം വായിച്ച ആ ഭാഗത്തെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത്. അക്കാരണത്താലാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം ലത്തീൻ പാരമ്പര്യത്തിൽ മാഗ്നിഫിക്കാത്ത് എന്ന പേരിലും ബൈസന്റൈൻ പാരമ്പര്യത്തിൽ മെഗലിനാരിയോൺ എന്ന പേരിലും ദൈവമാതാവിൻ്റെയും സഭയുടെയും ഗീതമായി തീർന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ആദ്യത്തെ ഭാഗത്തിൽ തന്നെ 2 റീത്തുകളെ കുറിച്ചാണ്. 2 റീത്തുകൾ എന്തൊക്കെയാണ്? ലത്തീൻ റീത്തും പിന്നെ ബൈസന്റൈൻ റീത്തും. ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. അക്കാരണത്താലാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം ലത്തീൻ പാരമ്പര്യത്തിൽ മാഗ്നിഫിക്കാത്ത് എന്ന പേരിലും, അപ്പം ലത്തീൻ പാരമ്പര്യത്തിൽ മാഗ്നിഫിക്കാത്ത് എന്ന പേരിലും ബൈസന്റൈൻ പാരമ്പര്യത്തിൽ മെഗലിനാരിയോൺ എന്ന പേരിലും ദൈവമാതാവിൻ്റെയും സഭയുടെയും ഗീതമായി തീർന്നിരിക്കുന്നത്. എന്നിട്ട് പിന്നെ പറയാണ് സിയോൻ പുത്രിയുടെയും പുതിയ ദൈവജനത്തിൻ്റെയും. കണ്ടോ? സിയോൻ പുത്രി. അതാരാണ് സിയോൻ പുത്രി? പരിശുദ്ധ ദൈവമാതാവാണ്. സിയോൻ പുത്രിയുടെയും പിന്നെ എഴുതിയിരിക്കുകയാണ് പുതിയ ദൈവജനത്തിൻ്റെയും. ആരാണ് ഈ പുതിയ ദൈവജനം? പന്തക്കുസ്തായ്ക്ക് ശേഷം രൂപപ്പെട്ട വിശ്വാസി സമൂഹമായ പുതിയ ഉടമ്പടിയിലെ സഭ. അതാണ് പുതിയ ദൈവജനം. അപ്പോൾ സിയോൻ പുത്രിയുടെയും പുതിയ ദൈവജനത്തിൻ്റെയും ഗീതം രക്ഷാകര പദ്ധതിയിൽ ചൊരിയപ്പെടുന്ന കൃപാവരങ്ങളുടെ പൂർണിമയ്ക്കായ്ക്കുള്ള കൃതജ്ഞതാ പ്രകടന ഗീതം.
ഞാൻ ഒന്നും കൂടി വായിക്കണേ. സിയോൻ പുത്രിയുടെയും പുതിയ ദൈവജനത്തിൻ്റെയും ഗീതം, രക്ഷാകര പദ്ധതിയിൽ ചൊരിയപ്പെടുന്ന കൃപാവരങ്ങളുടെ പൂർണിമയ്ക്കായുള്ള കൃതജ്ഞതാ പ്രകടന ഗീതം, നമ്മുടെ പൂർവികർക്ക്, അതായത് അബ്രഹാത്തിനും അവൻ്റെ സന്തതികൾക്കുമായി എന്നേക്കും നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്താൽ കൈവരുന്ന പ്രത്യാശ എക്കാലവും പുലർത്തുന്ന ദരിദ്രരുടെ ഗീതം. അപ്പോൾ നമുക്ക് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ എന്താണ് സ്തോത്രഗീതം അല്ലേ, അതൊന്ന് വായിക്കാനാണ് ഞാനപ്പോൾ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതലാണ്, 46 മുതൽ 56 അല്ലേ, 56 വരെയുള്ള വചനങ്ങളാണ്, അല്ലെങ്കിൽ 56 വരെയുള്ള വചനങ്ങൾ, അല്ലെങ്കിൽ 55 വരെയുള്ള വചനങ്ങളാണ്. അപ്പോൾ ഞാനത് വായിക്കട്ടെ. മറിയത്തിൻ്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. മറിയം അവളോടുകൂടെ 3 മാസത്തോളം താമസിച്ചു, പിന്നെ വീട്ടിലേക്ക് മടങ്ങി. അപ്പം ഇതാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം. അപ്പം ഈ സ്തോത്രഗീതത്തെ, മറിയത്തിൻ്റെ ഈ സ്തോത്രഗീതത്തെ എന്തെല്ലാം 2-3 പേരുകളിൽ അത് അറിയപ്പെടുന്നു എന്ന് ഈ 2619 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ആ ഖണ്ഡിക ഒന്നും കൂടി വായിക്കുകയാണ്. അക്കാരണത്താലാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം ലത്തീൻ പാരമ്പര്യത്തിൽ മാഗ്നിഫിക്കാത്ത് എന്ന പേരിലും ബൈസന്റൈൻ പാരമ്പര്യത്തിൽ മെഗലിനാരിയോൺ എന്ന പേരിലും ദൈവമാതാവിൻ്റെയും സഭയുടെയും ഗീതമായി തീർന്നിരിക്കുന്നത്. സിയോൻ പുത്രിയുടെയും പുതിയ ദൈവജനത്തിൻ്റെയും ഗീതം, രക്ഷാകര പദ്ധതിയിൽ ചൊരിയപ്പെടുന്ന കൃപാവരങ്ങളുടെ പൂർണിമയ്ക്കായുള്ള കൃതജ്ഞതാ പ്രകടന ഗീതം, നമ്മുടെ പൂർവികർക്ക്, അതായത് അബ്രഹാത്തിനും അവൻ്റെ സന്തതികൾക്കുമായി എന്നേക്കും നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദാനം. അതെന്താണ് ആ വാഗ്ദാനം? അബ്രഹാത്തിനും അവൻ്റെ അവൻ്റെ സന്തതികൾക്കുമായി എന്നേക്കും നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദാനം എന്താണ്? ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 18-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തിയുടെ പുസ്തകം അതൊന്ന് വായിച്ചേ. ആരെങ്കിലും വായിക്കോ, അല്ലെ ഞാൻ തന്നെ വായിക്കണോ? ഉൽപ്പത്തി 22 16 മുതൽ ഞാൻ വായിക്കാൻ പോണേ. ഉൽപ്പത്തി 22-ാം അധ്യായം 16 മുതൽ ഞാൻ വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാണ് ആ വാഗ്ദാനം. എന്താണ് ആ വാഗ്ദാനം? നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പം ഈ വാഗ്ദാനം
ഉൽപ്പത്തി 22-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ പറഞ്ഞ ഈ വാഗ്ദാനം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 6-ാമത്തെ വചനവും 7-ാമത്തെ വചനവും വരെ അത് വാഗ്ദാനം മാത്രമായി നിലനിന്നിരുന്നു അല്ലേ? ആ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇനിയുള്ള വാക്കുകൾ നിങ്ങൾ ആ ഭാഗങ്ങളൊന്നും നോക്കിയൊന്നും കൂടിയും, നമ്മുടെ പൂർവികർക്ക്, അതായത് അബ്രാഹത്തിനും അവൻ്റെ സന്തതികൾക്കുമായി എന്നേക്കും നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങളാണ് നമ്മൾ ഉൽപ്പത്തി 22-ാം അധ്യായം 18-ാം വചനത്തിൽ വായിച്ചത്. ആ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം ഉണ്ടായതെപ്പോഴാണ്? അതിൻ്റെ പൂർത്തീകരണം സംഭവിച്ചത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം എടുത്തേ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം ഞാനത് വായിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 6-ഉം 7-ഉം വചനങ്ങൾ. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. കണ്ടോ? ആ അബ്രാഹത്തിന് കൊടുത്തതും അബ്രാഹത്തിൻ്റെ സന്തതികൾക്കും കൊടുത്ത വാഗ്ദാനം, ആ വാഗ്ദാനം സഫലമാകുന്ന നിമിഷമാണിത്. ഏത്? ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 6-ഉം 7-ഉം വചനങ്ങളിൽ. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. അപ്പോൾ ആ ഭാഗം ഒന്നും കൂടി വായിക്കണതാണ്. നമ്മുടെ പൂർവികർക്ക്, അതായത് അബ്രാഹത്തിനും അവൻ്റെ സന്തതികൾക്കുമായി എന്നേക്കും നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്താൽ കൈവരുന്ന പ്രത്യാശ. ആ കൈവരുന്ന പ്രത്യാശ അത് ക്രിസ്തു തന്നെയാണ്. അപ്പം ഇവിടെ ഒരു വചനം ഇപ്പോൾ ഓർമ്മ വരികയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം. നമ്മുടെ പൂർവികർക്ക് അബ്രാഹത്തിനും അവൻ്റെ സന്തതികൾക്കുമായി എന്നേക്കും നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദാനം, ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം ലൂക്കായുടെ സുവിശേഷത്തിൽ. ആ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്താൽ കൈവരുന്ന പ്രത്യാശ, അതെന്താണത്? കൈവരുന്ന പ്രത്യാശ അത് ക്രിസ്തു തന്നെയാണ്. അത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ഉം 11-ഉം 12-ഉം വചനങ്ങളൊന്നും എടുത്തേ. ലൂക്കായുടെ സുവിശേഷം 10-ഉം 11-ഉം 2-ാം അധ്യായത്തിൽ 10-ഉം 11-ഉം 12-ഉം. ഞാൻ അത് വായിക്കാം. 10-ഉം 11-ഉം 12-ഉം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10, 11, 12 ആ 3 വചനങ്ങളാണ് വായിക്കാൻ പോണേ. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. കണ്ടോ? ആ CCCയുടെ ആ ഭാഗം ഒന്നും കൂടിയും വായിച്ചേ. നമ്മുടെ പൂർവികർക്ക് അബ്രാഹത്തിനും അവൻ്റെ സന്തതികൾക്കുമായി എന്നേക്കും നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദാനം, അത് ഉൽപ്പത്തി 22-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ ആ വചനത്തിൻ്റെ പൂർത്തീകരണമാണ് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 6-ഉം 7-ഉം തിരുവചനങ്ങൾ. ആ പൂർത്തീകരണത്താൽ കൈവരുന്ന പ്രത്യാശ, ആ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്താൽ കൈവരുന്ന പ്രത്യാശ അതെന്താണ്? അതാണിപ്പോൾ നമ്മൾ വായിച്ചത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ഉം 11-ഉം 12-ഉം വചനങ്ങൾ. ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മനസ്സിലായോ? അതല്ലേ പ്രത്യാശ, അതല്ലേ ക്രിസ്തു തന്നെയല്ലേ പ്രത്യാശ. കണ്ടോ?
ആ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്താൽ കൈവരുന്ന പ്രത്യാശ എക്കാലവും പുലർത്തുന്ന ദരിദ്രരുടെ ഗീതം. ആ പ്രത്യാശയാണ് എക്കാലവും പുലർത്തുന്ന ദരിദ്രരുടെ ഗീതം. അപ്പം ഇവിടെ കന്യകാമറിയത്തിൻ്റെ സ്തോത്രഗീതത്തെ എന്തൊക്കെ പേരിലാണ് ഇപ്പം നമ്മൾ കേട്ടത്? എന്തൊക്കെ പേരിലൂടെയാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്? ഒന്ന് എന്താ പറയുക, ലത്തീൻ ആരാധനക്രമ ലത്തീൻ പാരമ്പര്യത്തിൽ മാഗ്നിഫിക്കാത്ത് എന്ന പേരിലും, ബൈസന്റൈൻ പാരമ്പര്യത്തിൽ റീത്തിൽ മെഗലിനാരിയോൺ എന്ന പേരിലും, അതുകൂടാതെ പിന്നെ അടിയിലേക്ക് വരുമ്പോൾ എന്താണ്, സിയോൻ പുത്രിയുടെയും ദൈവമാതാവിൻ്റെയും സഭയുടെയും ഗീതമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ്, സിയോൻ പുത്രിയുടെയും പുതിയ ദൈവജനത്തിൻ്റെയും ഗീതം രക്ഷാകര പദ്ധതിയിൽ ചൊരിയപ്പെടുന്ന കൃപാവരങ്ങളുടെ പൂർണിമയ്ക്കായുള്ള കൃതജ്ഞതാ പ്രകടനം. കണ്ടോ, കൃതജ്ഞത, നന്ദി പ്രകടനം. പിന്നത്തെ പിന്നെന്ത് പേരാ കൊടുത്തേക്കണേ? നമ്മുടെ പൂർവികർക്ക് അബ്രാഹത്തിനും അവന്റെ സന്തതികൾക്കുമായി എന്നേക്കും നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്താൽ കൈവരുന്ന പ്രത്യാശ എക്കാലവും പുലർത്തുന്ന ദരിദ്രരുടെ ഗീതം. കണ്ടു, ദരിദ്രരുടെ ഗീതം, കൃതജ്ഞതാ പ്രകടനം അല്ലേ, മാഗ്നിഫിക്കാത്ത്, എന്താണ് പിന്നെ മെഗലിനാരിയോ. അപ്പം ഇത്രയും പേരുകളിൽ ഈ കന്യകാമറിയത്തിൻ്റെ സ്തോത്രഗീതത്തെ ഇവിടെ പ്രതിപാദിച്ചിരിക്കുക. അപ്പം ഇതിൻ്റെ ആ സൈഡ് ഖണ്ഡികയാണ് 724. നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ അവിടെ മറ്റു ചില കാര്യങ്ങളും കൂടിയും അവിടെ എഴുതി വച്ചിട്ടുണ്ട്. 724 അല്ല 724 തന്നെയല്ല അവിടെ കൊടുത്തേക്കണേ. വായിക്കട്ടെ, എല്ലാവരും എടുത്തോ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2619 ഖണ്ഡികയുടെ സൈഡ് ഖണ്ഡികയാണ്. എന്താണ് 724 ഖണ്ഡിക. കന്യകയുടെ പുത്രനായി തീർന്ന പിതാവിൻ്റെ പുത്രനെ, കന്യകയുടെ പുത്രനായി തീർന്ന പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവ് മറിയത്തിൽ വെളിപ്പെടുത്തുന്നു. അപ്പം ആദ്യത്തെ ആ ഒറ്റ സെന്റൻസിൽ തന്നെ ത്രിത്വത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുകയാണ്. ത്രിത്വത്തെ അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. കന്യകയുടെ പുത്രനായി തീർന്ന പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവ്. കണ്ടോ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവ് മറിയത്തിൽ വെളിപ്പെടുത്തുന്നു. അവൾ അന്തിമമായ ദൈവിക പ്രത്യക്ഷീകരണത്തിൻ്റെ ജ്വലിക്കുന്ന മുൾപ്പടർപ്പാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വചനത്തെ, അതായത് യേശുവിനെ അവിടുത്തെ ശരീരത്തിൻ്റെ താഴ്മയിൽ അവൾ ദൃശ്യനാക്കുകയും. ആ സെന്റൻസ് വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറയാനുണ്ട്. ഒന്നും കൂടി നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണേ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വചനത്തെ, അതായത് യേശുവിനെ അവിടുത്തെ ശരീരത്തിൻ്റെ താഴ്മയിൽ അവൾ ദൃശ്യനാക്കുകയും. അത്രയും ഭാഗത്തെ നമ്മൾ ഒന്ന് കൂടി വിചിന്തനം ചെയ്യാൻ പോവാണ്. ഞാൻ ഒന്നും കൂടി വായിക്കണേണ് ആ സെന്റൻസ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വചനത്തെ, അതായത് യേശുവിനെ അവിടുത്തെ ശരീരത്തിൻ്റെ താഴ്മയിൽ അവൾ ദൃശ്യനാക്കി. ആര്? പരിശുദ്ധ അമ്മ. അപ്പം ഞാൻ ചോദിക്കട്ടെ, എന്താണ് അവൻ്റെ ശരീരത്തിൻ്റെ താഴ്മ? എന്താണ് ശരീരത്തിൻ്റെ താഴ്മ? നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ, ഒരുപാട് വചനങ്ങളും അതിനോട് കോട്ട് ചെയ്ത് നമ്മൾ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് ശരീരത്തിൻ്റെ താഴ്മ? ഉത്തരം പറയാമോ ഒറ്റ വാക്കിൽ? അതായത് ഞാൻ പറയട്ടെ, ബലഹീനമാക്കപ്പെട്ട മനുഷ്യപ്രകൃതി. എന്താണ് അവൻ്റെ ശരീരത്തിൻ്റെ താഴ്മ? ബലഹീനമാക്കപ്പെട്ട മനുഷ്യപ്രകൃതി അവൻ സ്വീകരിച്ചു എന്നുള്ളതാണ് ശരീരത്തിൻ്റെ താഴ്മ. അവൻ്റെ ശരീരത്തിൻ്റെ താഴ്മ എന്ന് പറഞ്ഞാൽ ലൂക്കായുടെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 6 വചനം അല്ലേ, തന്നെ താഴ്ത്തി ശൂന്യനാക്കി
ദാസന്റെ രൂപം സ്വീകരിച്ചു എന്നൊക്കെ. പക്ഷെ ഇവിടെ ബലഹീനമാക്കപ്പെട്ട മനുഷ്യപ്രകൃതി അവൻ സ്വീകരിക്കുകയാണ്. അതാണ് ശരീരത്തിൻ്റെ താഴ്മ എന്നതിൻ്റെ ആ വാക്കിനെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഉള്ള ഒരു എന്താ. അപ്പോൾ അതിനെ ഇന്നത്തെ ലത്തീൻ ആരാധനക്രമത്തിലെ വായന എന്താണെന്നറിയാമോ? ആദ്യ വായന റോമാക്കാർക്ക് എഴുതിയ ലേഖനം, പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം, ഇത് കണ്ടോ, 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ്. അപ്പം ഞാനതൊന്ന് വായിക്കട്ടെ കേട്ടോ. അതിൽ ഒരു വചനത്തെയാണ് നമ്മൾ പിടിക്കണത് കേട്ടോ, ഒരു വചനത്തെ. പക്ഷെ അത് ഞാനൊന്ന് മുഴുവനും വായിക്കട്ടെ. മുഴുവനും എന്ന് വെച്ചാൽ ആ ഭാഗം വരെ ഞാനൊന്ന് വായിക്കാം. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് ലത്തീൻ ആരാധനക്രമത്തിൻ്റെ ആദ്യത്തെ വായന. അപ്പോൾ ഞാനത് വായിക്കുന്നതാണ്. സഹോദരരെ, ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ശരീരത്തിൽ ബലഹീനമാക്കപ്പെട്ട മനുഷ്യപ്രകൃതി അവൻ സ്വീകരിക്കും. ശരീരത്തിൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. ആ അസാധ്യമായത് ദൈവം ചെയ്തതേ ആ ബലഹീനമാക്കപ്പെട്ട ശരീരം സ്വീകരിച്ചുകൊണ്ടാണ്. അവിടുന്ന് തൻ്റെ പുത്രനെ, ഇനി ശ്രദ്ധിക്കണേ, ഇപ്പം ഇനി വായിക്കാൻ പോകുന്ന വചനത്തെ ശ്രദ്ധിക്കണം. നിയമത്തിന്, അതായത് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 3-ാമത്തെ വചനമാണ് ഇവിടെ ഹൈലൈറ്റ്. 3-ാമത്തെ വചനം എന്താണത്? പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട്. കണ്ടു? അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചു. അതാണ് അവൻ്റെ ശരീരത്തിൻ്റെ താഴ്മ. മനസ്സിലായോ? അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അതത്രയും മതി. നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ശരീരത്തിൻ്റെ? ഈശോ മനുഷ്യ ശരീരം സ്വീകരിച്ചപ്പോൾ അതിൻ്റെ താഴ്മ, ആ വാക്കിനെ കുറിച്ചാണ്. മനസ്സിലായോ? ആ വാക്ക്, ആ താഴ്മ. എന്താണ് ആ താഴ്മ? ശരീരത്തിൻ്റെ താഴ്മയിൽ അവൾ ദൃശ്യനാക്കി. പരിശുദ്ധ അമ്മയിലൂടെ അവൻ ദൃശ്യനായി. അപ്പം അവൻ്റെ ശരീരത്തിൻ്റെ താഴ്മയെന്ന് പറയുമ്പോൾ ബലഹീനമാക്കപ്പെട്ട മനുഷ്യപ്രകൃതി അവൻ സ്വീകരിച്ചു. അതിനിപ്പോൾ ഇവിടെ ചേർത്ത് വായിക്കാൻ അല്ലെങ്കിൽ പറയേണ്ട ഒരു കാര്യം, ലത്തീൻ ആരാധനക്രമത്തിൻ്റെ ലിറ്റർജി പുസ്തകത്തിലെ കണ്ടോ, ഇതാണത്. ആ ലിറ്റർജി പുസ്തകത്തിൽ ആഗമനകാലത്തെ 2-3 ആമുഖ ഗീതികൾ, പ്രീഫേസുകൾ, അത് ഞാനൊന്ന് വായിക്കാൻ പോവാണ്. ലത്തീൻ ആരാധനക്രമത്തിലെ ലിറ്റർജി പുസ്തകത്തിൽ നിന്ന് ആഗമനകാലത്തെ 2-3 ആമുഖ ഗീതികൾ ഞാൻ വായിക്കാം. അപ്പോൾ ആഗമനകാലത്തെ 1-ാം ആമുഖ ഗീതി ഞാൻ വായിക്കട്ടെ. പ്രഥമ ആഗമനത്തിൽ അവിടുന്ന്, ശരിക്കും ശ്രദ്ധിക്കണേ നിങ്ങൾ, നമ്മളിപ്പോൾ ഇതൊക്കെ വായിക്കണം എന്തിനാണെന്നറിയോ? ഇതൊക്കെ എന്തിനാ വായിക്കണേ? ഇപ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമായ 724-ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് ആ സെന്റൻസ്? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വചനത്തെ, അതായത് യേശുവിനെ അവിടുത്തെ ശരീരത്തിൻ്റെ താഴ്മയിൽ അവൾ ദൃശ്യനാക്കുകയും. അത്രയും കാര്യത്തെയാണ് നമ്മളിപ്പോൾ ഈ 2-3 വചനങ്ങളൊക്കെ അതിന് ഈ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 3-ാമത്തെ വചനവും പിന്നെ ഈ ആഗമനകാലത്തെ ഈ പ്രീഫേസും അല്ലെങ്കിൽ ആമുഖഗീതിയെല്ലാം വായിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഞാനത് വായിക്കട്ടെ. ആഗമനകാലത്തെ 1-ാം ആമുഖഗീതി
ലത്തീൻ ആരാധനക്രമത്തിൽ നിന്ന്. പ്രഥമ ആഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട്, കണ്ടോ, അതായത് ആദ്യത്തെ ആഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ, കണ്ടോ, പൂർവിക പദ്ധതി നമ്മൾ നേരത്തെ വായിച്ചു 2619 അബ്രഹാത്തിനും അവൻ്റെ സന്തതികൾക്കുമായി കൊടുത്ത വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്താൽ കൈവരുന്ന പ്രത്യാശ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിച്ചായിരുന്നു. അപ്പൊ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും, പൂർവിക പദ്ധതിയുടെ, കണ്ടു, ഓരോ വാക്കുകൾ ശ്രദ്ധിച്ചോ നിങ്ങൾ, പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും, അതായത് അല്ലേ, പൂർവ്വപിതാക്കന്മാർക്ക് കൊടുത്ത ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം, അതാണ് രക്ഷകന്റെ ആഗമനം. പക്ഷെ എന്നാലും പൂർത്തീകരണമാകുന്നില്ല എന്ന് നമുക്കറിയാം. അവന്റെ പെസഹ രഹസ്യം കഴിയണം, ഇനി അവൻ രണ്ടാമത് വരണം, അപ്പോഴാണ് അതിന്റെ യഥാർത്ഥ പൂർത്തീകരണത്തിലേക്ക് കടക്കുക. മനസ്സിലായോ? അപ്പോൾ പൂർവിക പദ്ധതിയുടെ ആഗമന കാലത്തെ ആമുഖഗീതിയിലെ വാക്കുകളാണ് ഞാൻ ഈ വായിക്കണേ. മനസ്സിലാവുണ്ടോ? ഇതിങ്ങനെ കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ല, നല്ല വെയിറ്റാണ്. അതുകൊണ്ട് പൂർവിക പദ്ധതിയുടെ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം. അപ്പം ഈ എളിയ ശരീരപ്രകൃതി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ നമുക്ക്? കണ്ടോ, ബലഹീനമാക്കപ്പെട്ട ശരീരമാണ്, പക്ഷെ അതിൽ പാപമില്ല, അല്ലേ? പാപകരമായ സാദൃശ്യത്തിൽ ഉള്ള ശരീരത്തെ അവൻ സ്വീകരിച്ചു, പക്ഷെ അതിലെന്തില്ല? പാപമില്ല. മനസ്സിലായോ? അപ്പോൾ പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിന്റെ മഹത്വത്താൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിന്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. അതാണ് ആമുഖഗീതി. അപ്പം അതിൻ്റെ ഒന്നാം ആഗമനകാലത്തെ ഒന്നാം ആമുഖഗീതിയാണ് ഞാൻ വായിച്ചത്. ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. അത് പ്രഥമ ആഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. കണ്ടോ, പൂർവികർക്ക് കൊടുത്ത ആ പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്തു? നിത്യരക്ഷയുടെ മാർഗം തുറന്നു തന്നു അവനിലൂടെ, യേശുവിലൂടെ. ഇനി രണ്ടാം ആഗമനകാലത്തെ തന്നെ രണ്ടാം ആമുഖഗീതി എല്ലാ പ്രവാചകന്മാരുടെയും മൂന്നാമത്തെ, അതായത് കർത്താവിൻ്റെ തിരുപ്പിറവി, അതായത് അല്ലേ ക്രിസ്തുമസും അന്നത്തെ ആമുഖഗീതിയാണ്. ഒന്നാം ആമുഖഗീതി കർത്താവിൻ്റെ ക്രിസ്തുമസിന്റെ തിരുപ്പിറവിയുടെ ഒന്നാം ആമുഖഗീതി. എന്തെന്നാൽ മനുഷ്യാവതാരം ചെയ്ത വചനത്തിന്റെ രഹസ്യം വഴി അങ്ങേ ശോഭയുടെ നവ്യപ്രഭ ഞങ്ങളുടെ മനോനേത്രങ്ങൾക്ക് പ്രകാശിതമായി. അങ്ങനെ ദൃശ്യരൂപത്തിൽ ദൈവത്തെ ഞങ്ങൾ അറിയുമ്പോൾ, ദൃശ്യരൂപത്തിൽ ദൈവത്തെ ഞങ്ങൾ അറിയുമ്പോൾ, അവൻ്റെ മനുഷ്യാവതാരത്തിലൂടെ അല്ലേ അവൻ്റെ ദൃശ്യരൂപം നമ്മൾക്ക് ദൃശ്യമായത്. അങ്ങനെ ദൃശ്യരൂപത്തിൽ ദൈവത്തെ ഞങ്ങൾ അറിയുമ്പോൾ അതുവഴി അദൃശ്യമായവയുടെ സ്നേഹത്തിലേക്ക്, കണ്ടു, ദൃശ്യമായതിൽ നിന്ന് അദൃശ്യമായതിലേക്ക് എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1075 ഖണ്ഡികയിൽ ഒരു സെന്റൻസ് അങ്ങനെ കിടപ്പുണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്കത്? 1075 ഇപ്പം എടുക്കണ്ട. ദൃശ്യമായതിൽ നിന്ന് അദൃശ്യമായതിലേക്ക്. അപ്പം ഇവിടെ പറയാനുണ്ടോ,
അങ്ങനെ ദൃശ്യരൂപത്തിൽ ദൈവത്തെ ഞങ്ങൾ അറിയുമ്പോൾ അതുവഴി അദൃശ്യമായവയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ആകൃഷ്ടരാകട്ടെ എന്ന്. ഇത് കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ 1-ാം ആമുഖഗീതി. ഇനി കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ ദിവസം അന്ന് തന്നെയുള്ള 2-ാം ആമുഖഗീതി. അപ്പോൾ ആ വാക്കുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ കേട്ടോ. ഞാൻ അതാണ് 2ഉം 3ഉം പ്രാവശ്യമൊക്കെ അത് വായിക്കണത്. കാരണം ഈ ആമുഖഗീതിയിലുള്ള ഓരോ ആ പ്രാർത്ഥനയിലുള്ള ഓരോ വാക്കുകളും അത് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഇനി കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ 2-ാം ആമുഖഗീതി. ഈ സമ്പൂജ്യമായ രഹസ്യത്തിൻ്റെ തിരുനാളിൽ, കാരണം ക്രിസ്തുമസ് അല്ലേ, തിരുപ്പിറവി തിരുനാളിൽ അവിടുന്ന് തൻ്റെ ദിവ്യപ്രകൃതിയിൽ അദൃശ്യനാണെങ്കിലും, കണ്ടോ, അവിടുന്ന് തൻ്റെ ദിവ്യപ്രകൃതിയിൽ അവൻ്റെ ദൈവത്വം മറഞ്ഞിരിക്കുകയാണ്. ഈ ബലഹീനമാക്കപ്പെട്ട ശരീരത്തിൽ അവൻ്റെ ദൈവത്വം മറഞ്ഞിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ദിവ്യപ്രകൃതിയിൽ അദൃശ്യനാണെങ്കിലും ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയിൽ ദൃശ്യരൂപത്തിൽ പ്രത്യക്ഷനായി. കണ്ടോ, അവിടുന്ന് തൻ്റെ ദിവ്യപ്രകൃതിയിൽ അദൃശ്യനാണെങ്കിലും ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയിൽ ദൃശ്യരൂപത്തിൽ പ്രത്യക്ഷനായി. കാലങ്ങൾക്ക് മുമ്പേ ജാതനാണെങ്കിലും കാലത്തിലായിരിക്കാൻ തുടങ്ങി. കാലങ്ങൾക്ക് മുൻപേ ജാതനാണെങ്കിലും ഈശോ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 58-ാമത്തെ വചനത്തിൽ ഇല്ലേ, എന്തു പറഞ്ഞു? എന്താ പറഞ്ഞേ അല്ലേ? അബ്രാഹത്തിന് മുൻപ് ഞാനുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ആ വചനമാണ് ഇപ്പോൾ ഓർമ്മ പറഞ്ഞേ. അപ്പോൾ കാലങ്ങൾക്ക് മുൻപേ ജാതനാണെങ്കിലും കാലങ്ങൾക്ക് മുമ്പേ ജാതനാണെങ്കിലും കാലത്തിലായിരിക്കാൻ തുടങ്ങി. എങ്ങനെ? ഈ മനുഷ്യാവതാരം സ്വീകരിച്ചുകൊണ്ട്, ശരീരത്തിൽ ബലഹീനമാക്കപ്പെട്ട മനുഷ്യപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് കാലത്തിലായിരിക്കാൻ തുടങ്ങി. ഇത് വാക്കുകൾ കൊണ്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമോ നമുക്ക്? ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. ഇത് ഈ സമ്പൂജ്യമായ രഹസ്യത്തിൻ്റെ തിരുനാളിൽ അവിടുന്ന് തൻ്റെ ദിവ്യപ്രകൃതിയിൽ അദൃശ്യനാണെങ്കിലും ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയിൽ ദൃശ്യരൂപത്തിൽ പ്രത്യക്ഷനായി. കാലങ്ങൾക്ക് മുൻപേ ജാതനാണെങ്കിലും കാലത്തിലായിരിക്കാൻ തുടങ്ങി. ആ 2 വാക്കുകൾ കണ്ടോ? കാലത്തിന് മുൻപേ ജാതനാണെങ്കിലും, കാലങ്ങൾക്ക് മുൻപേ ജാതനാണെങ്കിലും കാലത്തിൽ ആയിരിക്കാൻ തുടങ്ങി. എനിക്ക് അവിടുന്ന് അത് തന്നെ പറയാൻ തോന്നുകയാണ്, മനസ്സിലായ? അങ്ങനെ ചിതറിക്കപ്പെട്ടതെല്ലാം തന്നിൽ ശേഖരിച്ചുകൊണ്ട് സകലതും സമഗ്രമായി സമുദ്ധരിക്കുകയും വഴിതെറ്റിയ മനുഷ്യനെ സ്വർഗരാജ്യത്തിലേക്ക് തിരികെ വിളിക്കുകയും ചെയ്തു. ആ വാക്കുകളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ ചിതറിക്കപ്പെട്ടതെല്ലാം തന്നിൽ ശേഖരിച്ചുകൊണ്ട് സകലതും സമഗ്രമായി സമുദ്ധരിക്കുകയും വഴിതെറ്റിയ മനുഷ്യനെ, എവിടെയാണ് വഴിതെറ്റിയത്? എവിടെയാന്ന് വഴിതെറ്റിയതെന്ന് പറഞ്ഞ് ആദത്തിനും ഹവ്വയ്ക്കും ആ ഏദൻ തോട്ടത്തിലെ അവസ്ഥയാണ് ഇപ്പോൾ ഓർമ്മ പറഞ്ഞത്. വഴിതെറ്റിയ മനുഷ്യനെ സ്വർഗരാജ്യത്തിലേക്ക് തിരികെ വിളിക്കുകയും ചെയ്തു. ഉണ്ടോ? ഇനി കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ ദിവസം തന്നെയുള്ള 3-ാം ആമുഖഗീതി, 3-ാമത്തെ ആമുഖഗീതിയാണ്. അവിടുന്ന് വഴി ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ വിനിമയം പ്രസ്പഷ്ടമായി. എന്തെന്നാൽ അവിടുത്തെ വചനം ഞങ്ങളുടെ ബലഹീനത സ്വീകരിച്ചപ്പോൾ. ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ എന്തിനാണിപ്പോൾ ഇതൊക്കെ വായിക്കണമെന്ന് നിങ്ങൾക്ക് വ്യക്തതയുണ്ടോ? എന്തെന്നാണ് ആ CCCയിൽ എഴുതിയിരിക്കുന്ന വചനം? ആ ഭാഗം എന്താണ്? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വചനത്തെ, അതായത് യേശുവിനെ അവിടുത്തെ ശരീരത്തിൻ്റെ താഴ്മയിൽ അവൾ ദൃശ്യനാക്കുകയും. കണ്ടു? അത്രയും ഭാഗത്തെ മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഇപ്പം ഈ ആമുഖഗീതിയൊക്കെ വായിക്കാനും ആ റോമാക്കാർക്ക് എഴുതിയ
ലേഖനം 8-ാം അധ്യായം 3-ാമത്തെ വചനം വായിക്കാനോ ഒക്കെ നമ്മൾ തുനിഞ്ഞത്. അല്ലെങ്കിൽ അങ്ങനെ ആ പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് പറയാൻ പറഞ്ഞത്, അങ്ങനെ ഒരു പ്രേരണയാണ് തന്നത്. മനസ്സിലായോ? കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ 3-ാം ആമുഖ ഗീതിയിൽ എന്തെന്നാ എഴുതിയേക്കണേ? അവിടുന്ന് വഴി ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ വിനിമയം പ്രസ്പഷ്ടമായി. എന്തെന്നാൽ അവിടുത്തെ വചനം ഞങ്ങളുടെ ബലഹീനത സ്വീകരിച്ചപ്പോൾ. കണ്ടോ, അവിടുത്തെ വചനം ഞങ്ങളുടെ ബലഹീനത സ്വീകരിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ബലഹീനമാക്കപ്പെട്ട മനുഷ്യ ശരീരത്തിൻ്റെ ആ പ്രകൃതി, അല്ലേ, മനുഷ്യപ്രകൃതി അവൻ സ്വീകരിച്ചു എന്നുള്ളതാണ്. ആ അർത്ഥമാണ് ഇവിടെ പറയണത്. ഞങ്ങളുടെ ബലഹീനത, അല്ലേ, എന്തെന്നാൽ അവിടുത്തെ വചനം ഞങ്ങളുടെ ബലഹീനത സ്വീകരിച്ചപ്പോൾ. എന്തെന്നാൽ അവിടുത്തെ വചനം ഞങ്ങളുടെ ബലഹീനത സ്വീകരിച്ചപ്പോൾ. ഇതൊക്കെ വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്നതാണ്. മനസ്സിലായോ? എന്തെന്നാൽ അവിടുത്തെ വചനം ഞങ്ങളുടെ ബലഹീനത സ്വീകരിച്ചപ്പോൾ മാനുഷിക നശ്വരത നിത്യബഹുമതിയിലേക്ക് കടക്കുക മാത്രമല്ല. അതായത് നശ്വരത അനശ്വരതയിലേക്ക് കടക്കുകയാണ് ഇവിടെ. അപ്പൊ അങ്ങനെ കടക്കുക മാത്രമല്ല, എന്തെന്നാ എഴുതിയേക്കണേ? മാനുഷിക നശ്വരത നിത്യബഹുമതി. കണ്ടോ, നിത്യബഹുമതിയൊക്കെ നമുക്ക് പറയണ്ടല്ലോ, മനസ്സിലായല്ലോ. മാനുഷിക നശ്വരത നിത്യബഹുമതിയിലേക്ക്, അതായത് മർത്യമായ ശരീരം അമർത്യമായ അവസ്ഥയിലേക്ക് കടക്കുന്നു. ഇപ്പോൾ പെട്ടെന്ന് വരുന്ന വാക്കാണ് കേട്ടോ. എന്താണ് മർത്യമായ, അല്ലെ, മാനുഷിക നശ്വരത നിത്യബഹുമതിയിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ മർത്യമായ ശരീരം അമർത്യമായ അവസ്ഥയിലേക്ക് കടക്കും. അപ്പോൾ മാനുഷിക നശ്വരത നിത്യബഹുമതിയിലേക്ക് കടക്കുക മാത്രമല്ല, വിസ്മയനീയമായ പങ്കാളിത്തത്താൽ ഞങ്ങളും നിത്യരായി ഭവിക്കുകയും ചെയ്തു. കണ്ടോ, വിസ്മയനീയമായ പങ്കാളിത്തം. അവൻ ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് വിളിച്ചു, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വചനം, അല്ലേ? 18 അല്ലേ അത്? ആണോ? 18 ആണോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതല്ല, 18 അല്ല, പതിനെട്ടല്ല. ആ 12-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അതുമല്ല, ആ വചനമല്ല. അത് നിൽക്കട്ടെ. അപ്പോൾ ഞാനതൊന്നും കൂടി വായിക്കട്ടെ. മാനുഷിക നശ്വരത നിത്യബഹുമതിയിലേക്ക് കടക്കുക മാത്രമല്ല, വിസ്മയനീയമായ പങ്കാളിത്തത്താൽ. എത്രയാ? 10:35. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 35-ാമത്തെ വചനമാണതല്ലേ? ഞാൻ 1-ാമത്തെ അധ്യായത്തിലാണെന്നാണ് എൻ്റെ ധാരണ. വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്നവൻ വിളിച്ചു. അപ്പം നമ്മുടെ പങ്കാളിത്തം എന്താണെന്നാണ് ഞാൻ പറഞ്ഞു വരാൻ ശ്രമിച്ചത്. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ? വിസ്മയനീയമായ പങ്കാളിത്തത്താൽ. ഉണ്ടോ? വിസ്മയനീയമായ പങ്കാളിത്തത്താൽ ഞങ്ങളും നിത്യരായി ഭവിക്കുകയും ചെയ്തു. ഇനി കർത്താവിൻ്റെ പ്രത്യക്ഷവൽക്കരണം, അതിൻ്റെ ആമുഖഗീതി കൂടി ഒന്ന് വായിക്കട്ടെ. എന്തെന്നാൽ ഇന്ന് ക്രിസ്തുവിൽ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യം ജനതകളുടെ പ്രകാശമായി അങ്ങ് വെളിപ്പെടുത്തുകയും, ശ്രദ്ധിക്കണേ, ഞങ്ങളുടെ മർത്യപ്രകൃതിയുടെ സത്തയിൽ
ഞങ്ങളുടെ മർത്യപ്രകൃതിയുടെ, അതാണ് നശ്വരത അല്ലേ, നേരത്തെ പറഞ്ഞ നശ്വരത, മാനുഷിക നശ്വരത. ഞങ്ങളുടെ മർത്യപ്രകൃതിയുടെ സത്തയിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, കണ്ടു, ഞങ്ങളുടെ മർത്യപ്രകൃതിയുടെ സത്ത, അതായത് അല്ലേ അല്ലേ ബലഹീനമാക്കപ്പെട്ട ശരീരമാണ്, അതാണ് സത്ത. അവിടുന്ന് ഞങ്ങളുടെ മർത്യപ്രകൃതിയുടെ സത്തയിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടുത്തെ അമർത്യതയുടെ നവ്യമഹിമയാൽ ഞങ്ങളെ സമുദ്ധരിക്കുകയും ചെയ്തു. മനസ്സിലായോ? ഞങ്ങളുടെ മർത്യപ്രകൃതിയുടെ സത്തയിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടുത്തെ അമർത്യതയുടെ നവ്യമഹിമയാൽ ഞങ്ങളെ സമുദ്ധരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ റോമൻ മിസലിൽ നിന്നാണ്, ആ ആമുഖഗീതികളാണ്. തിരുപ്പിറവി ആഗമനകാലത്തെ ആമുഖഗീതി, തിരുപ്പിറവിയുടെ ദിനത്തിലുള്ള ആമുഖഗീതി, തിരുനാളിലുള്ള ആമുഖഗീതി, പിന്നെ പ്രത്യക്ഷീവൽക്കരണത്തിലെ ആമുഖഗീതി. അപ്പോൾ ഒരു വേണമെങ്കിൽ ആ നമ്പറുകൾ നിങ്ങൾ വേണമെങ്കിൽ കുറിച്ചെടുത്തോ. റോമൻ മിസലിലെ ലിറ്റർജി പുസ്തകമാണ്. അതിൻ്റെ 488, 490, 491, 492, 493, 488, 490, 491, 492, 493. അപ്പം ഇത്രയും അത് പെട്ടെന്ന് ഞാനിങ്ങനെ ഇതാക്കിയതാണ്. അപ്പം ഇനി എന്താണ് നമ്മുടെ സീറോ മലബാറിൻ്റെ ഇത് പഴയ പുസ്തകമാണ്. ഇത് പുതിയതല്ല, പഴയ പുസ്തകമാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. വിശ്വാസികൾ ഉപയോഗിക്കുന്ന പുസ്തകമാണ്, റാസാക്രമത്തിൻ്റെ. അപ്പം അതിൽ 90-ാമത്തെ പേജിൽ ഒരു പ്രാർത്ഥന, മൂന്നാം ഗഹന്ത പ്രാർത്ഥനയിലെ 3-ാം ഭാഗം അല്ലേ, 3-ാം ഗഹന്ത പ്രാർത്ഥനയിൽ വരുന്ന ആ ഭാഗത്ത് ഞാൻ ഒന്ന് വായിക്കട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി. കണ്ടോ? അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി. നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും, കണ്ടോ, നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഇനി അതിൻ്റെ ഭാഗത്ത് തന്നെ 1-ാം ഗഹന്ത പ്രാർത്ഥനയിലെ തന്നെ 92-ാമത്തെ പേജിൽ ഒരു പ്രാർത്ഥനാ ഭാഗം വരുന്നത് ഇതാണ്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും. ഇതാണ് അവൻ്റെ ശരീരത്തിൻ്റെ താഴ്മ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഞാനത് കൂട്ടിച്ചേർത്ത് പറയാൻ ശ്രമിക്കുകയാണ്. മനസ്സിലായോ? എന്താണ് അവൻ്റെ ശരീരത്തിൻ്റെ താഴ്മ എന്നതാണ് ഇവിടെ. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കാളിത്തം. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ, നമ്മൾ പറഞ്ഞു പങ്കാളിത്തം വായിച്ചു അല്ലേ, പങ്കാളിത്തം. അവൻ്റെ പങ്കാളിത്തത്തിൽ നമ്മളെ പങ്കുകാരാക്കണത് എങ്ങനെയാണ്? നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അങ്ങനെയാണ് നമ്മളെ അവൻ്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ജീവനിൽ നമ്മളെ പങ്കുകാരാക്കിയത്. സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു.
പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. ഇതിൻ്റെ തന്നെ മറ്റൊരു വേർഷനാണ് ലത്തീൻ ആരാധനക്രമത്തിൽ റോമൻ മിസലിലുള്ള 510 പേജ് നമ്പറിൽ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു ആമുഖ ഗീതിയുണ്ട് ഇല്ലേ? എപ്പോഴും പറയാറുള്ള ഒരു ആമുഖ ഗീതിയുണ്ട്. എന്താണ് ആമുഖ ഗീതി? കർത്താവേ, നിന്റെ മനുഷ്യാവതാരത്തിലൂടെ നീ ഞങ്ങളെ പിതാവുമായിട്ട് അനുരഞ്ജിപ്പിക്കുകയും നിന്റെ പീഡാനുഭവത്തിലൂടെ നീ ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്യുകയും നിന്റെ ഉദ്ധാനത്തിലൂടെ നീ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും നിന്റെ സ്വർഗാരോഹണത്തിലൂടെ നീ ഞങ്ങൾക്കായി സ്വർഗം തുറന്നു തരികയും ചെയ്തു. ആയതിനാൽ സർവമാലാഖമാരോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് ഞങ്ങളും ആലപിക്കുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പം അതിൻ്റെ തന്നെ മറ്റൊരു വാക്കുകളാണ് ഈ ഇപ്പം നമ്മൾ സീറോ മലബാറിയത്തിലെ ഈ നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാന്നൊക്കെ പറഞ്ഞിട്ട് വായിച്ച ആ ഭാഗം മനസ്സിലായോ? ഞാനിത് ഇത്രയും വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തിനു വേണ്ടിയാണ് വായിച്ചതെന്ന് മനസ്സിലായോ? ഇപ്പം ഈ ആമുഖ ഗീതിയും ഈ സീറോ മലബാറിയത്തിലെ ആ ലിറ്റർജി പുസ്തകത്തിൽ നിന്നും ഒക്കെ എടുത്ത് വായിച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വചനത്തെ, അതായത് യേശുവിനെ അവിടുത്തെ ശരീരത്തിൻ്റെ താഴ്മയിൽ കണ്ടോ, അവിടുത്തെ ശരീരത്തിൻ്റെ താഴ്മയിൽ ആ താഴ്മ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലെ, പാപത്തിൻ്റെ സാദൃശ്യത്തിലുള്ള ശരീരത്തെ ആണ് അവൻ സ്വീകരിച്ചത്. സാദൃശ്യമുള്ളൂ, അതിൽ പാപമില്ല കേട്ടോ, പാപമില്ല. മനസ്സിലായോ? പാപത്തിൻ്റെ സാദൃശ്യത്തിലുള്ള മനുഷ്യ ശരീരം അവൻ സ്വീകരിച്ചു, ബലഹീനമാക്കപ്പെട്ട. അപ്പം ആ താഴ്മ അത് എന്നെ ഒരുപാട് സ്പർശിച്ചു. അതെ, ആ താഴ്മ എന്താണെന്ന് ഞാൻ അവൻ്റെ ശരീരത്തിൻ്റെ താഴ്മ അതാണ് ഏറ്റവും എന്നെ സ്പർശിച്ചത് ഈ ഖണ്ഡികയിൽ. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വചനത്തെ, അതായത് യേശുവിനെ അവിടുത്തെ ശരീരത്തിൻ്റെ താഴ്മയിൽ അവൾ ദൃശ്യനാക്കുകയും ദരിദ്രർക്കും വിജാതിയരുടെ പ്രഥമ പ്രതിനിധികൾക്കും, അല്ലേ, വിജാതിയരുടെ പ്രഥമ പ്രതിനിധികൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാലോ അല്ലേ? ആരായിരുന്നു ആ ജ്ഞാനികൾ? അല്ലേ, ആ 3 ജ്ഞാനികൾ വന്നത്. പ്രഥമ പ്രതിനിധികൾക്കും ദരിദ്രരായിട്ട് ഇപ്പം അവിടെ ആട്ടിടയന്മാർ അല്ലേ, ആട്ടിടയന്മാരെ, ദരിദ്രർക്കും വിജാതിയരുടെ പ്രഥമ പ്രതിനിധികൾക്കും അതറിയാൻ ഇടവരുത്തുകയും ചെയ്തു. മനസ്സിലായോ? ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ, 724 ഖണ്ഡിക ഒന്നും കൂടി വായിക്കട്ടെ. കന്യകയുടെ പുത്രനായി തീർന്ന പിതാവിൻ്റെ പുത്രനെ. ആ സെന്റൻസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഇതാണ്. കന്യകയുടെ പുത്രനായി തീർന്ന പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവ് മറിയത്തിൽ വെളിപ്പെടുത്തി. അപ്പൊ ആ സെന്റൻസിൽ തന്നെ പരിശുദ്ധ ത്രിത്വൈക ദൈവത്തെ അവിടെ പരാമർശിച്ചിരിക്കുകയാണ്. കന്യകയുടെ പുത്രനായി തീർന്ന പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവ് മറിയത്തിൽ വെളിപ്പെടുത്തുന്നു. അവൾ അന്തിമമായ ദൈവിക പ്രത്യക്ഷീകരണത്തിൻ്റെ ജ്വലിക്കുന്ന മുൾപടർപ്പാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വചനത്തെ, അതായത് യേശുവിനെ അവിടുത്തെ ശരീരത്തിൻ്റെ താഴ്മയിൽ അവൾ ദൃശ്യനാക്കുകയും ദരിദ്രർക്കും വിജാതിയരുടെ പ്രഥമ പ്രതിനിധികൾക്കും അത് അറിയുവാൻ ഇടവരുത്തുകയും ചെയ്തു. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, 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 താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
ഞാൻ ഈ റെക്കോർഡൊന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ കേട്ടോ.